അസ്സലാമലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്തുണ്ടാക്കും? ചിക്കൻ നാത്തീഷ് മസാല ചാവൽ ഇതെങ്ങനെ ഉണ്ടാക്കാം നമ്മൾ നോക്കാം. പിന്നെ ഞാൻ 2 സ്പൂണ് റെഡ് ചില്ലി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഗരം മസാല 1 സ്പൂണ്, 1 സ്പൂണ് മല്ലിപ്പൊടി, ജീരപ്പൊടി 1 സ്പൂണ്, ചിക്കൻ പൗഡർ 1 സ്പൂണ്, കുരുമുളക് പൊടി 1 സ്പൂണ്, ഇത് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ റെഡ് ചില്ലി സോസ്, ഗ്രീൻ ചില്ലി സോസ് 2 സ്പൂൺ ഇടണം. വിനെഗർ ഇടാം, വിനെഗർ ഇടാം. അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ഇല്ലേ, ജ്യൂസ് ഒരു ലിംബിൻ്റെ ജ്യൂസ് എടുത്തിട്ട് ഇടാം. റെഡ് ചില്ലി ഇടണം. റെഡ് ചില്ലി ഇട്ട് പിന്നെ ഇത് സോയ സോസ് ഇല്ലേ, സോയ സോസ് ഇടണം 1/2 സ്പൂൺ. പിന്നെ തൈരില്ല, ഞാൻ അരപ്പൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ടാകും വെള്ളം ആറാൻ വേണ്ടിയിട്ട്. അതറിയാം. പിന്നെ ഇത് കിട്ടാം. പിന്നെ 1 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിനിട്ടിട്ടില്ല മിക്സ് ആക്കിയിട്ട് കൊടുക്കും. പിന്നെ ഇല്ലേ ചില്ലി, മുളക്, പച്ചമുളക് അതിനെ മുറിച്ചിട്ട് ചെറുങ്ങനെ ചെറിയ കഷ്ണാക്കിയിട്ട് ഇടണം. അതിനിട്ടിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു സൈഡിൽ വെക്കണം. ഇത് ഞാൻ ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ടില്ലേ എടുത്തത്. ബട്ടർ എടുത്തിട്ട് 1/2 സ്പൂണിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിനിട്ടിട്ട് ഇതാക്കി മിക്സ് ആക്കിയിട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതില്ലേ ക്യാപ്സിക്കം, ഇത് ഉള്ളിയും ഞാൻ വലിയ കഷ്ണാക്കിയിട്ട് എടുത്തിന്. ഒരു ഉള്ളിനെ 4 കഷ്ണാക്കിയിട്ട് അങ്ങനെ. പിന്നെ മുളക് എന്ത് നന്ന കായാൻ പാടില്ല, ഇങ്ങനെ ചിള്ളിയിട്ട് എടുത്താൽ മതി കുറച്ച്. പിന്നെ മസ്ക ഇട്ടിട്ട് പിന്നെ 1/2 സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ടിട്ട് ചോറ് വെക്കാൻ വേണ്ടിയിട്ട്. എന്ത് ഗരം മസാല ഒന്നും ഇവിടെ ഇല്ല. ഞാൻ 3 ഗ്ലാസ് ചോറ് എടുത്ത് 3 ഗ്ലാസ് അരി എടുത്തിന് 6 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പിടണം. ഉപ്പിട്ട് തണ്ണി തളിച്ചാൽ പിന്നെ ഈ അരിയിനിട്ട് കൊടുത്താൽ മതി. 3 ഗ്ലാസ് വരയിലുണ്ടാക്കുന്ന അരി തന്നെ ഞങ്ങൾ. പിന്നെ ഒരു സൈഡിൽ ഞാൻ ചോറ് തിളക്കൊരു സൈഡിൽ വെച്ചിട്ടുണ്ട്. ഞാനില്ല ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്, എന്ത് കോഴി കഴിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. കോഴി ഒന്നും നന്നാ കഴിക്കാൻ പാടില്ല, കുറച്ച് ചണ്ടി വേണം. പിന്നെ ഉണക്ക് ഫ്രൈ ആക്കിയിട്ട് എടുക്കാനില്ല. ഇതേമാതിരി മറിച്ചിട്ടും തിരിച്ചിട്ടിട്ട് നോക്ക്. പിന്നെ മറിച്ചിട്ടിടണം. അതിന് നന്ന സുക്കാക്കിയിട്ട് എടുക്കില്ല, വെള്ളത്തിൽ തന്നെ കാഞ്ഞിട്ട് വരുന്നു. പിന്നെ നോക്കൊരു സൈഡിൽ ചോറ് ഇതായിട്ട് കിട്ടീന്, കളിച്ചിട്ട് വെന്ത് കിട്ടീന്. അതിൻ്റെ മുകളിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് കൊടുക്കണം. പിന്നെ ഇല്ലേ ഓറഞ്ച് കളർ ഇടണം. നോക്ക് കോഴി ഒരു സൈഡ് ഒരു ഭാഗം വെന്ത് കിട്ടീന്. പിന്നെ ഈ മസാല ബാക്കിയില്ല, ഞാൻ ഒഴിച്ച് കൊടുത്തത്. പിന്നെ ഇതേമാതിരി ഓറഞ്ച് കളർ ഇട്ടിട്ട് കൊടുത്താൽ മതി ഒരു സൈഡിലേക്ക്. പിന്നെ ഈ നമ്മൾ ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടില്ലേ ചില്ലി ഉള്ളി, അതിൻ്റെ മുകളിൽ ഇട്ടിട്ട് കൊടുത്താൽ കൈ. അതിൻ്റെ കുറച്ചൊക്കെ കാഞ്ഞിന്, അത്ര കായാൻ പാടില്ല. ചോറ് റെഡിയായി ഒരു സൈഡിൽ നോക്ക്. ഇതേമാതിരി ആയ പിന്നെ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് എടുക്കണം. പിന്നെ ഇത് കോയും വെന്ത് കിട്ടീന്. ഞാനില്ലേ ചട്ടി വെച്ചിട്ട് കുറച്ച് നെയ്യ് ഇട്ടിട്ടില്ലേ പോയിട്ടിട്ട് കൊടുക്കുന്നത് നല്ല ടേസ്റ്റ്. നിങ്ങൾ ഇക്കളും ഉണ്ടാക്കി നോക്കും. ഇത് കഴിഞ്ഞിട്ട് കിട്ടിയ പിന്നെ ഒരു പാത്രത്തിലിട്ടിട്ടില്ല നോക്കല്ല. നോക്ക് ചോറും റെഡിയും, ചിക്കൻ നാത്തീഷ് റെഡിയായി. കുറച്ച് മെൽട്ടാക്കിയിട്ട് എടുക്കണം. ഇത് കോയിൻ്റെ മേൽക്കിടാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു പാത്രത്തിലിട്ടിട്ട് കൊടുക്കണം. പിന്നെ ഇതേമാതിരി ഇത് ഗില്ല വേണം കുറച്ചോ, ഇങ്ങനെ ചണ്ടി നന്ന കാച്ചിട്ട് എടുക്കാൻ പാടില്ല. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ബട്ടർ ഒഴിച്ചിട്ട് കൊടുത്തിട്ട് ഇതേമാതിരി റെഡി ആയെങ്കിൽ പുതിയതായിട്ട് കാണാൻ ലൈക്ക് ഷെയർ ആക്കാൻ മറക്കണ്ട. പിന്നെ ബട്ടർ ഇതേമാതിരി ഒഴിച്ചിട്ട് കൊടുക്കണം മുകളിലേക്ക്. ഇത് ബട്ടർ ഒഴിച്ചിട്ട് കൊടുത്തേ പിന്നെ ഇല്ലേ ഈ ക്രീമില്ലേ വിപ്പിംഗ് ക്രീം, ഫ്രഷ് ക്രീം മുകളിലേക്ക് ഒഴിച്ചിട്ട് കൊടുത്താൽ മതി. റെഡി. നല്ല ടേസ്റ്റ് ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് നിങ്ങൾക്ക് അഭിപ്രായം പറയും. അസ്സലാമു അലൈക്കും.